നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 737th day. Today 17th sloka of 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 737 ദിവസം. ഒന്നാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപേ സസാന്ത്വയിത്വാച്യുതമിത്രസൂത അന്വദ്രവാം ദംശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഓം തത്സത്. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപേ സസാന്ത്വയിത്വാച്യുതമിത്രസൂത അന്വാദ്രവ ദംശിത ഉഗ്രധന്വാ അന്വാദ്രവ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഓം തത്സത്. ഇതി പദം പിരിക്കേണ്ടത് ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപേ ഒരു പദമാണ്. സ സാന്ത്വ ഇത്വ അച്യുത മിത്രസൂത അനുദ്രവത് ദ്രംശിത അന്വാദ്രവത് ദംശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. അന്വാദ്രവത് എന്നാണ്, അനുദ്രവതല്ല, അന്വദ്രവതല്ല. ഓം തത്സത്. ഇതി ഇപ്രകാരം വൽഗു വിചിത്രജൽപേ മനോഹരമായിട്ടും വിചിത്രമായിട്ടുമുള്ള ഭാഷണങ്ങൾ കൊണ്ട് പ്രിയാം പ്രിയപ്പെട്ടവളായിട്ടുള്ള അല്ലാതെ പാഞ്ചാലിയെ സാന്ത്വയിത്വ സാന്ത്വനിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് അച്യുത മിത്രസൂത കൃഷ്ണൻ മിത്രമായിട്ടും സൂതനായിട്ടും ഉള്ളവൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തേരാളിയായിട്ടും ബന്ധുവായിട്ടും മിത്രമായിട്ടും ഉള്ള കപിധ്വജൻ, കപി അടയാളത്തോട് കൂടിയ കപിയാകുന്ന കൊടിയോടത്തോട് കൂടിയവൻ. കപിയെന്ന് ഇവിടെ ഹനുമാൻ കൊടിയാടമയാളമായിട്ടുള്ളവനും ദംശിത കവചത്തോടു കൂടി കവചം മുതലായ ഉടുപ്പുകൾ ധരിച്ചിട്ട് ഉഗ്രധന്വ ഭയങ്കരമായ വില്ലോട് കൂടിയവനായിട്ട് രഥേന തേരോടുകൂടി ഗുരുപുത്ര ഗുരുവിൻ്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനെ അനുദ്രവിച്ചു, അതായത് എതിരിടുവാനായിട്ട് പോയി. അന്വാദ്രവത് എന്ന് എതിരിടുക, അതായത് നേരത്തെ പറഞ്ഞ വിധം ഗാണ്ഡീവമൊക്കെ എടുത്തിട്ടുള്ള ആ അർജുനൻ പാഞ്ചാലിയോട് അല്ലയോ മംഗളരൂപേ, ഞാൻ അവനെ വധിച്ചിട്ട് കൊണ്ടുവരാം, അതിനുശേഷം അവൻ്റെ തലയിലിരുന്ന് നീ പുത്രകർമ്മങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തൻ്റെ മനോഹരമായ വിചിത്രമായിരിക്കുന്ന ഭാഷണങ്ങൾ കൊണ്ട് പാഞ്ചാലിയെ ആശ്വസിപ്പിച്ചിട്ട് ശ്രീകൃഷ്ണൻ മിത്രമായിട്ടും സൂതൻ എന്ന് പറഞ്ഞാൽ തേര് തെളിക്കുന്നവൻ, അർജുനൻ്റെ തേര് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണനായിരുന്നു തെളിച്ചിരുന്നത്. ഇത് കൊടിയിൽ ഹനുമാനായിരുന്നു കുടികൊണ്ടിരുന്നത്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ ആ സമയമാണ്
പാണ്ഡവന്മാർ വിജയിച്ചു എന്നുള്ള ഭേരി മുഴക്കിയിരിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള ഒരു അനർത്ഥം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ യുദ്ധഭൂമിയിലുള്ളതിനാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ത്വരാളിയായിട്ടും മിത്രമായിട്ടും ഉള്ളവനും ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവനുമായിട്ടുള്ള ആ അർജുനൻ കവചങ്ങളൊക്കെ ധരിച്ച് അശ്വത്ഥാമാവിനെ എതിരിടുവാനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചെറിയ ചെറിയ പദം പിരിക്കലിലോ അല്ലെങ്കിൽ പറയുമ്പോഴോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നു. നാവിൻ്റെ തെറ്റ് എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അത്രയ്ക്കും മുഴുവനായിട്ടും ശരിയായിട്ടൊന്നും പറയാൻ ഉള്ള അറിവില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ശ്ലോകം നന്മ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരിക്കൽ കൂടി ശ്ലോകം വീണ്ടും ഒരിക്കൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. യതി പ്രിയാം വൽഗു വിചിത്രജൽപേ സസാന്തയിത്വാച്യുതമിത്രസൂത അന്വാദ്രവ ധംസിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രതേന. ഓം തത്സത്. ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.